ഇറാൻ ഭരണകൂടം ജീവന് ഭീഷണി ഉയർത്തുമ്പോഴും അടിച്ചമർത്തപ്പെടുന്ന മനുഷ്യരെക്കുറിച്ചും സ്ത്രീ സ്വാതന്ത്ര്യത്തെക്കുറിച്ചും സിനിമകളിലൂടെ പ്രതികരിച്ച വിഖ്യാത ചലച്ചിത്രകാരനാണ് ജാഫർ പനാഹി. 20 വർഷത്തേക്ക് സിനിമ എടുത്തു പോകരുതെന്നാണ് ഇറാൻ സർക്കാർ പനാഹിക്ക് നൽകിയിരിക്കുന്ന താക്കീത്. ഭീഷണികളും താക്കീതും അതിജീവിച്ച് കാൻ ചലച്ചിത്രമേളയിലെ സമുന്നതമായ ബഹുമതിയായ പാം ദ്യോർ നേടി ജാഫർ പനാഹി ഇറാനിലെത്തിയപ്പോൾ അദ്ദേഹത്തെ സ്വീകരിക്കാനെത്തിയത് നൂറുകണക്കിന് ജനാധിപത്യ വിശ്വാസികൾ. നിരവധി തവണ തടവിൽ കിടന്നിട്ടുള്ള പനാഹി ജയിലിൽ കണ്ടതും നേരിട്ടതുമായ അനുഭവങ്ങളിൽ നിന്നും രൂപം കൊടുത്ത സിനിമയായ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റിനാണ് പാം ദ്യോർ പുരസ്കാരം ലഭിച്ചത്. സിനിമയുടെ പ്രമേയത്തോട് ഇറാൻ ഭരണകൂടത്തിന്റെ പ്രതികരണം എന്തായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോക സിനിമാസ്വാദകർ. ഇറാൻ ഭരണകൂടത്തിനെന്നും കണ്ണിലെ കരടാണ് ചലച്ചിത്രകാരനായ ജാഫർ പനാഹി. ഇസ്ലാമിക ഭരണകൂടത്തിന്റെ അടിച്ചമർത്തലുകളെ സിനിമയിലൂടെ പ്രതികരിച്ചിട്ടുള്ള പനാഹിക്ക് സിനിമയെടുക്കുന്നതിന് ഇറാൻ ഭരണകൂടത്തിന്റെ വിലക്കുണ്ടായിരുന്നു. തന്നെ വിലക്കിയവരുടെ മുന്നിൽ കഴിഞ്ഞയാഴ്ച ലോകത്തെ സമുന്നത ബഹുമതിയുമായാണ് ജാഫർ പനാഹി പാരീസിൽ നിന്ന് എത്തിയത്. ഈ വർഷത്തെ കാൻ ചലച്ചിത്രമേളയിലെ പാം ദോർ നേടി ജാഫർ ടെഹ്റാനിലെ അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ ഇറങ്ങിയപ്പോൾ ഭരണകൂട എതിർപ്പുകളെല്ലാം അവഗണിച്ച് വീരോജ്വല വരവേൽപ്പാണ് സിനിമ ആസ്വാദകർ അദ്ദേഹത്തിനൊരുക്കിയത്. ആർപ്പ് വിളിച്ചും പൂക്കൾ നൽകിയും അവർ ലോകപ്രശസ്തനായ ചലച്ചിത്രകാരനെ സ്വീകരിച്ചു. 2 വർഷം മുൻപ് ഇറാൻ ഭരണകൂടത്തെ പിടിച്ചുകുലുക്കിയ ഹിജാബ് വിരുദ്ധ പ്രക്ഷോഭത്തിന്റെ സ്ത്രീ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന മുദ്രാവാക്യം വിമാനത്താവളത്തിന് പുറത്ത് ഉയർന്നു കേട്ടു. രാഷ്ട്രീയ തടവുകാർ അവരെ തടവിലിട്ടവരോട് പ്രതികാരം ചെയ്യാനെത്തുന്ന കഥ പറഞ്ഞ ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് എന്ന സിനിമയ്ക്കാണ് ജാഫർ പനാഹിക്ക് പാം ദോർ പുരസ്കാരം ലഭിച്ചത്. പനാഹിയുടെ പുരസ്കാര നേട്ടത്തിൽ ഇറാൻ സർക്കാർ പ്രതികരിച്ചിട്ടില്ല. അതെന്താകുമെന്ന ആകാംക്ഷ ഇറാനിലെ ജനാധിപത്യവാദികൾക്കുണ്ട്. ഇറാനിലെ ദേശീയ മാധ്യമങ്ങൾ രാജ്യത്തിന് ലഭിച്ച അപൂർവ നേട്ടത്തെ ആഘോഷിച്ചതുമില്ല. ഇറാനിയൻ സംവിധായകൻ മെഹ്ദി നദേരിയും ഇറാന് പുറത്ത് പ്രവർത്തിക്കുന്ന ചാനലായ ഇറാൻ ഇന്റർനാഷണലുമാണ് പനാഹിക്ക് ലഭിച്ച സ്വീകരണത്തിന്റെ ചിത്രങ്ങൾ പുറത്തുവിട്ടത്. ഇറാനിയൻ ഭരണകൂട അടിച്ചമർത്തലുകളോടുള്ള ചെറുത്തുനിൽപ്പിന്റെ പ്രതീകമാണ് ജാഫർ പനാഹിയുടെ വിജയമെന്ന് ഫ്രഞ്ച് വിദേശകാര്യമന്ത്രി ഴാങ് നോയൽ ബാരോ പ്രതികരിച്ചു. ഇത് ഇറാൻ സർക്കാരിനെ ചൊടിപ്പിച്ചു. ഫ്രഞ്ച് സ്ഥാനപതിയെ വിളിച്ചുവരുത്തിയാണ് ഇറാൻ പ്രതിഷേധം അറിയിച്ചത്. ഇസ്ലാമിക ശരീഅത്തിന് പ്രാമുഖ്യം കൊടുക്കുന്ന ഇറാനിൽ ജാഫർ പനാഹിയെ പോലുള്ള ഒരു ചലച്ചിത്രകാരന് മുന്നേറുക പ്രയാസമാണ്. സർക്കാർ വിരുദ്ധ സിനിമ എടുക്കുന്നതിന്റെ പേരിൽ നിരവധി തവണ പനാഹി തടവറയിൽ അടയ്ക്കപ്പെട്ടു. അദ്ദേഹത്തിന്റെ വ്യക്തി സ്വാതന്ത്ര്യങ്ങൾ നിഷേധിക്കപ്പെട്ടു. തിരക്കഥകൾ എഴുതാനോ അഭിമുഖങ്ങൾ നൽകാനോ ഇറാൻ ഭരണകൂടം അദ്ദേഹത്തെ അനുവദിച്ചില്ല. 2011 ഇറാൻ സർക്കാർ ജാഫർ പനാഹിക്ക് താക്കീതും നൽകി. 20 വർഷത്തേക്ക് സിനിമയെടുക്കരുത് എന്നതായിരുന്നു താക്കീത്. ഈ ഭീഷണിക്കൊന്നും പനാഹി വഴങ്ങിയില്ല. അതീവ രഹസ്യമായി അദ്ദേഹം സിനിമകളെടുത്തു. രാജ്യത്തിനു പുറത്തതെല്ലാം വലിയ ആരാധകരെ സൃഷ്ടിച്ചു. വിലക്കിനിടയിലാണ് നോ ബെയേഴ്സ് എന്ന സിനിമ രഹസ്യമായി പൂർത്തിയാക്കിയത്. ലോകമെങ്ങുമുള്ള ആസ്വാദകരെ ആ സിനിമ ആകർഷിച്ചു. 2023 ഫെബ്രുവരി മുതൽ 7 മാസത്തോളം ടെഹ്റാനിലെ കുപ്രസിദ്ധമായ എവിൻ തടവറയിൽ ജാഫർ പനാഹിക്ക് കഴിയേണ്ടി വന്നു. ജയിലിലെ ഭീകരമായ അനുഭവങ്ങളിൽ നിന്നാണ് അദ്ദേഹം ഇറ്റ് വാസ് ജസ്റ്റ് ആൻ ആക്സിഡന്റ് സൃഷ്ടിച്ചത്. സിനിമ ഇറാനിലെ രാഷ്ട്രീയ തടവുകാരുടെ പ്രതികാരത്തിന്റെ കഥയാണ് പറയുന്നത്. 2009 മുതൽ പലപ്പോഴായി ജാഫർ പനാഹി ജയിൽ ശിക്ഷ അനുഭവിച്ചു വരുന്നു. കുറ്റം സിനിമയിലും മറ്റുമുള്ള ഭരണകൂട വിരുദ്ധത തന്നെ. അഴിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങിയാൽ എന്തെങ്കിലും കാരണം കണ്ടെത്തി അദ്ദേഹത്തെ ഭരണകൂടം വീട്ടുതടങ്കലിലാക്കുമായിരുന്നു. തടവറയിലായാലും വീട്ടിലായാലും പനാഹി ചിന്തിച്ചതും സംസാരിച്ചതും സിനിമയെക്കുറിച്ചായിരുന്നു. ഇറാൻ പോലീസിന്റെ കണ്ണുവെട്ടിച്ച് പനാഹി എടുത്ത സിനിമകൾ ലോകം ആവേശത്തോടെ സ്വീകരിച്ചു. ലോകമെങ്ങും അംഗീകരിക്കപ്പെടുന്ന പ്രതിഭാധനനായ സംവിധായകനായി അദ്ദേഹത്തെ ലോക സമൂഹം കണ്ടു. പ്രശസ്തമായ നിരവധി വിദേശ പുരസ്കാരങ്ങൾ പനാഹിയുടെ മികവിന് ലഭിച്ചു. ഭരണകൂടം നിരന്തരം വേട്ടയാടിയപ്പോൾ അദ്ദേഹത്തിന്റെ ജീവൻ തന്നെ അപകടത്തിലാണെന്ന് മനസ്സിലാക്കി പല വിദേശ രാജ്യങ്ങളും പൗരത്വം ഉൾപ്പെടെയുള്ള അവസരങ്ങൾ വെച്ച് നീട്ടി. അതെല്ലാം നിരസിച്ച പനാഹി മറ്റു പലരെയും പോലെ ഇറാൻ വിട്ടുപോകാൻ തയ്യാറായില്ല. എന്തിനും പോന്ന ഭരണകൂട ഭീകരതയ്ക്കെതിരെ ഒറ്റയ്ക്ക് നിന്ന് പോരാടി.
രാജ്യത്തെ സർക്കാരിനെതിരെ കലഹിക്കുമ്പോഴും അമേരിക്കയുടെ അധിനിവേശ ശ്രമങ്ങളെയും പനാഹി ശക്തമായി എതിർത്തു പോന്നു. ഇറാന്റെ പൈതൃകവും ഭാവിയും കാത്തുസൂക്ഷിക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്ന് പനാഹി പറയുന്നു. 20-ാം വയസ്സിൽ നിർബന്ധിത സൈനിക സേവനത്തിന് നിയോഗിക്കപ്പെട്ട ജാഫർ പനാഹി ഇറാൻ ഇറാഖ് യുദ്ധത്തിൽ പങ്കെടുത്തു. യുദ്ധം ഇഷ്ടപ്പെടാത്ത പനാഹിയുടെ മനസ്സിൽ സിനിമയായിരുന്നു എല്ലാം. സൈനിക സേവനം കഴിഞ്ഞ് അദ്ദേഹം ടെഹ്റാനിലെ ബ്രോഡ്കാസ്റ്റിംഗ് ഫിലിം അക്കാദമിയിൽ പഠനത്തിനായി ചേർന്നു. ഇറാനിയൻ നവതരംഗ സിനിമയുടെ വക്താവെന്ന് ലോകം വിളിക്കുന്ന അബ്ബാസ് കിയോരോസ്താമി 1994-ൽ സംവിധാനം ചെയ്ത ത്രോ ദ ഒലിവ് ട്രീസിൽ അസിസ്റ്റന്റായാണ് പനാഹിയുടെ സിനിമാ ജീവിതത്തിന്റെ തുടക്കം. തന്നോടൊപ്പം കൂടിയ അസിസ്റ്റന്റ് പ്രതിഭാശാലിയാണെന്ന് വൈകാതെ അബ്ബാസ് കിയോരോസ്താമി മനസ്സിലാക്കി. ഒടുവിൽ ഗുരു തന്നെ ശിഷ്യനു വേണ്ടി ഒരു തിരക്കഥ എഴുതി. ദ വൈറ്റ് ബലൂൺ എന്ന ആദ്യ സിനിമയിലൂടെ ലോകം ജാഫർ പനാഹി എന്ന സംവിധായകനെ തിരിച്ചറിഞ്ഞു. വലിയവരുടെ ലോകത്തായി പോകുന്ന ഒരു കൊച്ചു പെൺകുട്ടിയുടെ ജീവിതം പറയുന്ന ആദ്യ ചിത്രത്തിലൂടെ തന്നെ കാൻ ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള പുരസ്കാരം ജാഫർ പനാഹി സ്വന്തമാക്കി. അതോടെ ഇറാനിയൻ നവതരംഗ സിനിമയുടെ 2ാം തലമുറയിലെ പ്രമുഖനായി പനാഹി അറിയപ്പെട്ടു. ഇറാനിലെ ഇസ്ലാമിക ഭരണകാലത്തെ സ്ത്രീകളുടെ ജീവിതം അനാവരണം ചെയ്ത ദ സർക്കിൾ എന്ന സിനിമ വെനീസ് ചലച്ചിത്രമേളയിൽ മികച്ച ചിത്രത്തിനുള്ള ഗോൾഡൻ ലയൺ പനാഹിക്ക് നേടിക്കൊടുത്തു. പനാഹിയുടെ 3ാമത്തെ ചിത്രമായിരുന്ന ദ സർക്കിൾ ഇറാനിൽ പ്രദർശനം തടഞ്ഞു. 2006-ൽ പനാഹി സംവിധാനം ചെയ്ത ഓഫ് സൈഡിലൂടെ സ്വന്തം മകളുടെ അനുഭവമാണ് അദ്ദേഹം പറഞ്ഞത്. ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരം കാണാൻ പുരുഷ വേഷം ധരിച്ച് സ്റ്റേഡിയത്തിൽ കടക്കാൻ ശ്രമിക്കുന്ന പെൺകുട്ടികളുടെ കഥ പറയുന്ന ഓഫ് സൈഡ് തിരുവനന്തപുരം അന്താരാഷ്ട്ര ഫിലിം ഫെസ്റ്റിവലിലും പ്രേക്ഷകരുടെ കയ്യടി നേടിയിരുന്നു. ഈ സിനിമയ്ക്കും ഇറാൻ വിലക്ക് ഏർപ്പെടുത്തി. പക്ഷേ ബെർലിൻ മേളയിൽ സിൽവർ ബെയർ പുരസ്കാരം നേടി. ഓഫ് സൈഡ് ലോകമെങ്ങും ചർച്ച ചെയ്യപ്പെട്ടു. 2015-ൽ ചിത്രീകരിച്ച ടാക്സി എന്ന സിനിമ ജാഫർ പനാഹിയുടെ ഏറ്റവും മികച്ച സൃഷ്ടിയായാണ് നിരൂപകർ വിലയിരുത്തുന്നത്. കാറിൽ ഒളിപ്പിച്ചു വെച്ച 3 ക്യാമറകളിലൂടെയാണ് സിനിമ ചിത്രീകരിച്ചത്. സിനിമയിൽ പനാഹിയും പ്രധാന വേഷത്തിൽ വരുന്നുണ്ട്. ടാക്സിയിലെ യാത്രക്കാരിലൂടെയും തെരുവിലെ സംഭവങ്ങളിലൂടെയും ജീവിതം വരച്ചിടുകയായിരുന്നു ജാഫർ പനാഹി എന്ന അതുല്യ കലാകാരൻ. ബെർലിൻ അന്താരാഷ്ട്ര മേളയിൽ റിലീസ് ചെയ്ത ടാക്സി മേളയിലെ ഏറ്റവും വലിയ പുരസ്കാരമായ ഗോൾഡൻ ബെയർ നേടി. ചാരക്കണ്ണുകൾക്കും വിലക്കുകൾക്കും തടവറക്കിടയിലുമാണ് ജാഫർ പനാഹിയുടെ സിനിമ ജന്മമെടുത്തിട്ടുള്ളത്. മറ്റ് സംവിധായകരെ പോലെ സ്വാതന്ത്ര്യത്തിന്റെ ആഘോഷമൊന്നും പനാഹിക്ക് ലഭിച്ചിരുന്നില്ല. എന്നിട്ടും അദ്ദേഹം നിരവധി രാജ്യാന്തര പുരസ്കാരങ്ങൾ നേടി. 1997-ൽ അബ്ബാസ് കിയരോസ്താമിക്ക് ശേഷം പ്രശസ്തമായ പാംദോർ നേടുന്ന ഇറാൻ ചലച്ചിത്രകാരനാണ് ജാഫർ പനാഹി. 15 വർഷത്തിന് ശേഷമാണ് അദ്ദേഹം കാനിൽ എത്തുന്നതും. രാജ്യത്തെ ഭരണകൂട ഭീകരതയെ രഹസ്യമായി ചിത്രീകരിച്ച് ലോകത്തിനു മുന്നിൽ തുറന്നുകാട്ടിയ സിനിമയിലൂടെ പുരസ്കാരം നേടിയ ജാഫർ പനാഹിയെ കാത്തിരിക്കുന്നത് ജയിൽവാസമോ അതോ അനിശ്ചിതമായ വീട്ടുതടങ്കലോ എന്ന ചോദ്യമാണ് ഇപ്പോൾ ഉയരുന്നത്. ഇറാൻ സർക്കാരിന്റെ പ്രതികരണം എന്തായിരിക്കും എന്നറിയാനുള്ള ആകാംക്ഷയാണ് ലോകത്തിന്.